എല്ലാ സുഹൃത്തുക്കൾക്കും ടീച്ച് മീ IT ഇൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വിദേശ ഭാഷാ സിനിമകളൊക്കെ സബ്ടൈറ്റിൽസ് ഉപയോഗിച്ച് കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. VLC പ്ലെയർ ഉപയോഗിച്ച് എങ്ങനെ വിൻഡോസിലും മാക്കിലും സിനിമകൾക്ക് സബ്ടൈറ്റിൽസ് ഡൗൺലോഡ് ചെയ്യാം, പിന്നെ ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് സബ്ടൈറ്റിൽസ് സിങ്ക് ആവുന്നില്ലെങ്കിൽ എങ്ങനെ സിങ്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളൊരു മൂവി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് VLC പ്ലെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ മൂവിയിൽ നിങ്ങൾക്കിപ്പം സബ്ടൈറ്റിൽസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, എനിക്കിതിനൊരു ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഡൗൺലോഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് VLC മീഡിയ പ്ലെയറിൽ പോകുന്നു. ഇത് ഞാനിപ്പോൾ മാക്കിലാണ് ചെയ്യുന്നത്. മാക്കിൽ നിങ്ങൾക്ക് VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു VLC മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ VL സബ് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഈ നെയിം ടൈറ്റിൽസ്, മൂവിയുടെ ടൈറ്റിൽ ഇവിടെ കാണും. സെർച്ച് ബൈ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സബ്ടൈറ്റിൽസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വേണമെങ്കിൽ അതൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ് സെലക്ഷനിൽ പോകുന്നു. ഇത് ഡൗൺലോഡായി ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ ആഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്ന സബ്ടൈറ്റിൽസ് ഒരിക്കലും ചിലപ്പോൾ അവർ ലിപ്പ് മൂവ് ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കാം സബ്ടൈറ്റിൽസ് വരുന്നത്, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കാം. ഈ സിങ്ക് ആവാത്തൊരു പ്രശ്നം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സബ്ടൈറ്റിൽസിൻ്റെ ടൈം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് സബ്ടൈറ്റിൽസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരേണ്ടതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് മുമ്പെയാണ് വേണ്ടതെങ്കിൽ, ശേഷമാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സപ്പോസ് ചിലപ്പോൾ വീഡിയോകൾക്ക് ഓഡിയോ ചിലപ്പം സിങ്ക് ആയിട്ടുണ്ടാവില്ല, മീൻസ് ഒരു ടൈം ഡിഫറൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓഡിയോ ട്രാക്ക് സിങ്ക്രോണൈസേഷൻ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഒരു സബ്ടൈറ്റിൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സബ്ടൈറ്റിൽസിൽ കാണാം. ഇവിടെ പോയിട്ട് ആഡ് സബ്ടൈറ്റിൽസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു മലയാളം സബ്ടൈറ്റിൽസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണിത്. ഓപ്പൺ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിന് സബ്ടൈറ്റിൽസ് മലയാളത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതുവരെ നിങ്ങൾ കണ്ടത് മാക്കിലായിരുന്നു. ഇനി നമുക്ക് വിൻഡോസിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് വിൻഡോസിലാണ്. വിൻഡോസിൽ ഞാൻ ഈ മൂവി ഇതിൽ VLC പ്ലെയറിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് പുതുതായിട്ട് സബ്ടൈറ്റിൽസ് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസിലാണെങ്കിൽ നമ്മൾ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ VL സബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് നമുക്ക് നേരത്തെ മാക്കിൽ കണ്ടതുപോലെ തന്നെ സെർച്ച് ബൈ നെയിം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് സബ്ടൈറ്റിൽസാണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ടൈറ്റിൽസ് സിങ്ക് ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ സിങ്ക് ആവുന്നില്ലെങ്കിൽ ടൂൾസിൽ പോവുക. ഇവിടെ ട്രാക്ക് സിങ്ക്രോണൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സബ്ടൈറ്റിൽസിൻ്റെ ടൈം അവിടെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതുപോലെ ഓഡിയോ ട്രാക്കും നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും ടൈം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പുതുതായിട്ടൊരു സബ്ടൈറ്റിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്ടൈറ്റിൽസ് പോയിട്ട് ആഡ് സബ്ടൈറ്റിൽസ് ഫയൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ടൈറ്റിൽസ് ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഇനി VLC മീഡിയറിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ പാർട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ കാണാം. റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അതൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ട്രൈ ചെയ്യുക. വിദേശ മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറെ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.